Hi, hello all, welcome to my YouTube channel. നെക്സ്റ്റ് വർക്ക് ഏതാണെന്ന് വെച്ചാൽ ചോസറിൻ്റെ ദ കാൻറ്റർബറി ടെയിൽസ് ആണ്. അതിൻ്റെ ജനറൽ പ്രലോഗാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചോസർ കാൻറ്റർബറി ടെയിൽസ് എഴുതിയത് അദ്ദേഹത്തിൻ്റെ ഒരു കൈൻഡ് ഓഫ് സറ്റാറിക്കൽ വ്യൂ ആണ് ടുവേർഡ്സ് ദി സൊസൈറ്റി. അദ്ദേഹത്തിൻ്റെ ആ ഒരു ടൈമിലുണ്ടായിരുന്ന സൊസൈറ്റിയെക്കുറിച്ചുള്ളൊരു സെറ്ററാണ് നമ്മളിപ്പോൾ പഠിക്കുന്ന കാൻറ്റർബറി ടെയിൽസ്. ഇപ്പോൾ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൈറ്റേഴ്സ് ആണ് ഓഫ് ഓൾ ടൈം ആണ് ചോസർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് നോൺ വർക്കാണ് കാൻറ്റർബറി ടെയിൽസ്. അപ്പം അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ചോസറിനെ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി എന്നാണ്. ആൻഡ് അദ്ദേഹം റെനസൻസ് ഇംഗ്ലണ്ടിൻ്റെ ആ ഒരു ഫ്രെയിം വർക്കിലാണ് പോംസ് ഒക്കെ എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ലൈഫും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ചോസർ ഈ ഒരു പോം എഴുതിയിരിക്കുന്നത് ബൊക്കാഷ്യോ എന്നുള്ള പോയറ്റിൻ്റെ ഡെക്കാമറോൺ എന്നുള്ള പോയത്തിനെ ബേസ് ചെയ്തിട്ടാണ്. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കാൻറ്റർബറി ടെയിൽസ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ദെൻ ചോസർ ഓപ്പൺ ചെയ്യുന്നത് പ്രൊലോഗ് തുടങ്ങുന്നത് അല്ലെങ്കിൽ ആ ഇൻട്രൊഡക്ഷൻ പാർട്ട് തുടങ്ങുന്നതെന്ന് പറയുന്നത് ഒരു സ്പ്രിംഗ് സീസൺ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ അദ്ദേഹം കുറേ പിൽഗ്രിംസുമായിട്ട് സെയിൻറ്റ് തോമസ് ബെക്കറ്റ് എന്നുള്ള ഷ്രൈന് വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. കാൻറ്റർബറി എന്നുള്ള സ്ഥലത്താണ് ഈ സെയിൻറ്റ് തോമസ് ബെക്കറ്റ് എന്നുള്ള ഷ്രൈൻ. അപ്പം ഒരുപാട് പിൽഗ്രിംസിൻ്റെ കൂടെയാണ് ഇദ്ദേഹവും പോകുന്നത്. അദ്ദേഹം അവിടെ ഒരു തബാഡ് ഇൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, അതായത് ഒരു ഇന്നാണ്, ഒരു കൈൻഡ് ഓഫ് ഹോട്ടൽ പോലാണ്, അവിടെ സ്റ്റേ ചെയ്യുവാണ്. സോ അവിടുത്തെ ബോർഡമൊക്കെ മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യുവാണ്, ഈ പിൽഗ്രിംസ് എല്ലാം കൂടെ ഡിസൈഡ് ചെയ്തു പോകുമ്പോഴും വരുമ്പോഴും രണ്ട് ടെയിൽസ് വീതം പറയാമെന്ന്. സോ ആ ടെയിൽസ് ആണ് ദ കാൻറ്റർബറി ടെയിൽസ് എന്ന് നമ്മൾ പറയുന്നത്. സോ അദ്ദേഹത്തിൻ്റെ കൂടെ വന്നാൽ പിൽഗ്രിംസും കൂടി ഒരു സ്പ്രിംഗ് ഈവനിങ്ങിൽ സൗത്ത് വർക്ക് എന്നുള്ള സ്ഥലത്ത് തബാഡ് ഇൻ എന്ന് പറഞ്ഞ ആ ഇന്നിൽ താമസിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അവരെല്ലാവരും കൂടി കാൻറ്റർബറിയിലുള്ള സെയിൻറ്റ് തോമസ് ബെക്കറ്റിൻ്റെ ഷ്രൈൻ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ആ എല്ലാ പിൽഗ്രിംസുമായിട്ട് ഇദ്ദേഹം കമ്പനിയായി. ഇംഗ്ലീഷ് സൊസൈറ്റിയിൽ 14th സെഞ്ചുറിയിലുള്ള ഓൾമോസ്റ്റ് ഫ്രം ഓൾ ദി ക്ലാസ്സസ്, ആ സോഷ്യൽ ക്ലാസ്സസിൽ നിന്നുള്ള ഓൾമോസ്റ്റ് എന്താ പറയുക, ഓരോ പേര് വീതം ആളുകൾ എവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ പിൽഗ്രിംസിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അതായത് ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ ആളുകളുണ്ടായിരുന്നു. റിച്ച് പുവർ, അതുപോലെ തന്നെ ഒരുപാട്, അതായത് റിച്ച് ആണ് പുവർ ആണെന്നുണ്ടെങ്കിലും പിന്നെ അതുപോലെ തന്നെ നൈറ്റ്, സ്ക്വയർ, ഇങ്ങനെയുള്ള ആളുകളും എല്ലാ രീതിയിൽ നിന്നും, അതായത് ഒരു പ്രീസ്റ്റ്, പാർട്ണർ, ഒരു നൺ ഉണ്ടായിരുന്നു, ഓക്കെ, ഒരു ഫിസിഷ്യൻ ഉണ്ടായിരുന്നു, കുക്ക് ഉണ്ടായിരുന്നു. സോ ഇത്രയും ആളുകൾ ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അതാ പറഞ്ഞാൽ ഓരോ സൊസൈറ്റിയിലെ എല്ലാ ഭാഗത്തിൽ നിന്നും ആ ഒരു സ്ട്രേറ്റിൽ നിന്നുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. 32 പിൽഗ്രിംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവരെല്ലാവരും കൂടി തീരുമാനിച്ചു എന്താണ്, ഇൻക്ലൂഡിങ് ദി പോയിറ്റ്, ഇവരെല്ലാവരും കൂടി തീരുമാനിച്ചു പോകുന്ന വഴി ഓൺ ദ വേ ബാക്ക് ആൻഡ് ടു ബാക്ക് ആൻഡ് ഫ്രം എന്താണ് ഈ 2 ടെയിൽസ് വീതം സ്റ്റോറി നറേറ്റ് ചെയ്യാമെന്ന് പറയുന്നു. ആൻഡ് അപ്പോൾ സപ്പർ ടൈമിൽ തബാഡ് ഇൻ എന്നുള്ള സ്ഥലത്തെ ഹോസ്റ്റ് ഹാരി ബെയ്ലിയാണ്. അദ്ദേഹമാണ് പറഞ്ഞത് 2 ടെയിൽസ് വീതം പറയാൻ. ഇപ്പോൾ ടുവേർഡ്സ് എ ജേണിയും റിട്ടേൺ ജേണിയിലും പറയുക 2 ടെയിൽസ് വീതം. അവരെ അങ്ങനെ ഹാപ്പിലി എഗ്രി ചെയ്തിട്ടാണ് അവർ നെക്സ്റ്റ് മോർണിംഗിൽ അവരുടെ ജേണി സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഏറ്റവും നല്ലപോലെ ബെസ്റ്റ് സ്റ്റോറി പറയുന്ന ആൾക്ക് നമ്മുടെ ഹോസ്റ്റ് ആയിട്ടുള്ള ഹാരി ബെയ്ലി അദ്ദേഹത്തിൻ്റെ ഇന്നിൽ വെച്ച്, അതായത് ഹോട്ടലിൽ വെച്ച് നല്ല ഡിന്നർ പ്രൊവൈഡ് ചെയ്യുമെന്നും പറഞ്ഞിട്ട് അതായിരുന്നു റിവാർഡെന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ ഹോസ്റ്റ് ഓൾസോ will join them on their journey and he will judge the tales. അതായത് നമ്മുടെ ഹാരി ബെയ്ലി എന്നുള്ള ആൾ ഹോസ്റ്റാണ്, ആ ഇന്ന് നടത്തുന്ന ആളാണ് ഹാരി ബെയ്ലി. അയാളും അപ്പോൾ ഇവരുടെ കൂടെ പിൽഗ്രിമേജിന് പോയി. കാരണം ഈ കഥ കേട്ടിട്ട് ഏതാണ് ബെസ്റ്റ് സ്റ്റോറി എന്ന് അറിയണമല്ലോ. ഇതാണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് 32 പിൽഗ്രിംസ് ഉണ്ട്. ഏറ്റവും മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ നറേറ്റർ ഉണ്ട്, നമ്മുടെ ഹോസ്റ്റ് ആയിട്ടുള്ള ഹാരി ബെയ്ലി ഉണ്ട്, നൈറ്റ്, സ്ക്വയർ, ഇയോമാൻ, അതായത് ഒരു ഫാർമർ പോലെ, പ്രയറസ് ഉണ്ട്. പ്രയറസിൻ്റെ പേര് മാഡം എഗ്ലൻറ്റൈൻ എന്നാണ്. പിന്നെ സെക്കൻഡ് നൺ ഉണ്ട്, 3 പ്രീസ്റ്റ് ഉണ്ട്, മങ്ക് ഉണ്ട്, പിന്നെ ഒരു ഫ്രയർ ഉണ്ട്, അയാളുടെ പേര് ഹ്യൂബർട്ട് എന്നാണ്, മെർച്ചൻ്റ് ഉണ്ട്, ക്ലർക്ക് ഉണ്ട്, ആൻഡ് ഓൾസോ ദ മാൻ ഓഫ് ലോ. അപ്പോൾ അതിൻ്റെ തീമും സെറ്റിങ്സും നമുക്കൊന്ന് നോക്കാം. കാൻറ്റർബറി ടെയിൽസ് സോഷ്യൽ കണ്ടീഷൻസ് ഓഫ് ഹിസ് പീരീഡ് ആൻഡ് മാനേഴ്സ് ഓഫ് പീപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതായത് സൊസൈറ്റിയിലുള്ള അഗ്ലി ട്രൂത്തിനെ കുറിച്ച് വിളിച്ച് പറയുക. ഇപ്പോൾ സെറ്റയർ ഓൺ സോഷ്യൽ സ്റ്റേറ്റസ് അല്ലെങ്കിൽ കറപ്ഷൻ ഓൺ ദ ചർച്ചിലെ കറപ്ഷൻ, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച്, കമ്പാനിയൻഷിപ്പിനെ കുറിച്ച്, മെഡിവൽ സൊസൈറ്റിയെ കുറിച്ച്, പിന്നെന്താ പറയുക, അതുപോലെ തന്നെ പുവർ ആയിട്ടുള്ള ആളുകളെ കുറിച്ച്, റിച്ച് ആയിട്ടുള്ള ആളുകളെ കുറിച്ചുള്ളൊരു സെറ്റയർ ആണ് ഈ ഒരു പോം എന്ന് പറയുന്നത്. പിന്നെ
ഈവനിങ്ങിലാണ് ഈ ഒരു പോം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫോമും സ്ട്രക്ചറും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, നമ്മുടെ കാൻറ്റർബറി ടെയിൽസ് എന്നുള്ള മെയിൻ വർക്കിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണിത്. ആൻഡ് റൈമിംഗ് കപ്ലറ്റ്സിലാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അയാംബിക് പെൻറ്റമീറ്റർ ആണ് ഓരോ മീറ്റർ യൂസ് ചെയ്തിരിക്കുന്നത്, അയാംബിക് പെൻറ്റമീറ്റർ ആണ് കേട്ടോ. പിന്നെ സീസൺ എന്ന് പറയുന്നത് സ്പ്രിംഗ് സീസൺ ആണ്. അതിൻ്റെ ടോൺ എന്ന് പറയുന്നത് സറ്റാറിക്കൽ ടോണും കൂടി ആണ്. ആൻഡ് ഐറണിയൊക്കെ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐറണി എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് എഴുതാനുള്ള മെയിൻ എയിം എന്ന് പറയുന്നത്, മെയിൻ പേർപ്പസ് ഓഫ് ദിസ് പോം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്രിറ്റിസിസം ഓഫ് മെഡീവൽ സൊസൈറ്റി. അപ്പോൾ ഐറണി പോർട്രേ ചെയ്തിരിക്കുന്നത് ഒരു, അതായത് ഈ ഒരു കുറേ ക്യാരക്ടേഴ്സിൽ ഇച്ചിരി ബാഡ് ഷെയ്ഡുള്ള അല്ലെങ്കിൽ ഇച്ചിരി കറപ്റ്റഡ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സിനാണ് ഇദ്ദേഹം ഐറണി യൂസ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ മങ്കിന്റെ ക്യാരക്ടർ MONK, മങ്ക് എന്ന് പറയുന്നത് സറ്റാറിക്കലി പോർട്രേ ചെയ്തേക്കുവാണ്. അദ്ദേഹത്തിന് ഹണ്ടിങ് ഇഷ്ടമാണ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം സ്വാനിനെയൊക്കെ റോസ്റ്റ് ചെയ്ത് തിന്നുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഫ്രയർ ഉണ്ട്. ഫ്രയറിനെയൊക്കെ എന്താ പറയുക, കളിയാക്കിക്കൊണ്ടാണ് പറഞ്ഞേക്കുന്നത്. അതായത് അദ്ദേഹം മണിയിൽ മാത്രമേ ഫോക്കസ് ചെയ്യത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു പ്രയറസ് ആയുണ്ട്. പ്രയറസിന്റെ ആറ്റിറ്റ്യൂഡും നേച്ചറിനെ കുറിച്ചും പറയുന്നുണ്ട്. അതായത് പ്രയറസിന്റെ നെഞ്ചത്തൊരു ബ്രൂച്ചുണ്ട്. ആ ബ്രൂച്ചിൽ എഴുതിയിരിക്കുന്നത് ലവ് കോൺകേഴ്സ് ഓൾ എന്നാണ് ലാറ്റിനിൽ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വൈഫ് ഓഫ് ബാത്ത് എന്നും പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. അതായത് അവരൊരു നല്ല സ്ത്രീ അല്ല, അതായത് അവർക്ക് ഒരുപാട് ഒന്നിലധികം ഹസ്ബൻഡ്സ് ഉണ്ടെന്നും ഒക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സിമ്പിൾസ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സിമ്പിൾ എന്ന് പറയുന്നത് സ്പ്രിംഗ് ടൈം ആണ്. അതായത് പ്രലോഗ് ഓപ്പൺ ചെയ്യുന്ന ഏപ്രിൽ സീസണിലാണ്. ഏപ്രിൽ സീസൺ അല്ലെങ്കിൽ സ്പ്രിംഗ് ടൈം എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ സീസൺ ഓഫ് റീബർത്ത് അല്ലെങ്കിൽ ഫ്രഷ് ബിഗിനിങ്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഈ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ ഗാർമെൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ക്ലോത്ത്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ക്ലോത്ത്സ് വെച്ചിട്ടാണ് ഓരോരുത്തരെയും പേഴ്സണാലിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസും പറഞ്ഞിട്ടുണ്ട്. അവരേത് സോഷ്യൽ സെക്ഷനിൽ നിന്നാണ് വരുന്നതെന്നും ഒക്കെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കാൻറ്റർബറി ടെയിൽസിൻ്റെ അനാലിസിസ് നോക്കാം. ആൻഡ് നോക്കിക്കോ, ലൈൻസ് 1 to 18 സ്റ്റാൻഡ്സ്. അപ്പം ലൈൻസ് 1 to 30 വരെയുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ലൈൻസ് 1 to 18 വരെയുള്ളത് നോക്കാം. ഫസ്റ്റ് ആൻസർക്കകത്ത് ചോസർ പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഏപ്രിലിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് സ്പ്രിംഗ് സീസണിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഏപ്രിലിന്റെ ഷവർ, അതായത് ഏപ്രിൽ മാസത്തിലെ ആ ഒരു റെയിൻ അല്ലെങ്കിൽ എന്തോ ഒരു കൈൻഡ് ഓഫ് ഡ്രിസിൽ എന്ന് പറയുന്നത് എന്താണ്, വളരെ സ്വീറ്റ് ആണ്. അതുപോലെ തന്നെ ഫ്ലവേഴ്സ് എല്ലാം സ്പ്രിംഗ് സീസൺ ആയിട്ട് ഫ്ലവേഴ്സ് എല്ലാം ബ്ലൂം ചെയ്യുമല്ലോ അല്ലെങ്കിൽ ബ്ലോസം ചെയ്യുമല്ലോ. അപ്പോൾ ആ ഒരു ഫ്രേഗ്രൻസ് എല്ലായിടത്തും വെസ്റ്റ് വിൻഡ് ക്യാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ലിറ്റിൽ ബേർഡ്സിന്റെ മ്യൂസിക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം കേട്ടുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പിൽഗ്രിമേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപാട് കൺട്രീസിലോട്ട് ഇവരെന്ത് ചെയ്യാണ്, അതായത് ഒരുപാട് കൺട്രീസ് താണ്ടിയൊക്കെ വേണം ഇവർക്ക് ആ ഒരു പിന്നെ അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഷോർസ്, അതായത് ഓഷ്യൻസ്, പിന്നെ എന്താണ് കരകളൊക്കെ ലാൻഡുകളൊക്കെ താണ്ടി വേണം ഇവർക്ക് സെയിന്റ് തോമസ് ബെക്കൻ്റെ അവിടെ എത്താൻ. പീപ്പിൾ ഓഫ്, അതായത് കാൻറ്റർബറിയിലോട്ട് പോകാൻ ഒരുപാട്, അതായത് ഇംഗ്ലണ്ടിലുള്ള ഓൾമോസ്റ്റ് ഓൾ ദി സ്ട്രാറ്റ, ഓൾമോസ്റ്റ് ഓൾ പീപ്പിൾ ഫ്രം ദി ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി വിസിറ്റ് ചെയ്യാൻ പോവുകയാണ് സെയിന്റ് തോമസ് ഷ്രൈൻ. ഓക്കെ, അപ്പം അത് ഈ സെയിന്റ് തോമസ് എന്നുള്ള മനുഷ്യനെ, അദ്ദേഹം കാൻറ്റർബറിയിലെ ആർച്ച് ബിഷപ്പായിരുന്നു. അദ്ദേഹത്തിനെ കിങ് ഹെൻറി II ഫോളോവേഴ്സ് മർഡർ ചെയ്തതാണ്. ആൻഡ് ചേർച്ചിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം നടക്കുമായിരുന്നു. സോ അത് കിങ് ഹെൻറിയുടെ രാജാവിൻ്റെ ആളുകൾ വന്ന് ഇദ്ദേഹത്തിനെ കൊല്ലുകയായിരുന്നു. സൂൺ ആഫ്റ്റർ ഹിസ് ഡെത്ത് എന്താണ്, പോപ്പ് അലക്സാണ്ടർ III വന്നിട്ട് ഇദ്ദേഹത്തിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു, അതായത് കാനണൈസ് ചെയ്തു. സോ സിക്നസിൽ നിന്നും എല്ലാ ഈ കഷ്ടപ്പാടിൽ നിന്നും ഈ സെയിന്റ് തോമസ് രക്ഷിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇവരെല്ലാവരുടെ പിൽഗ്രിമേജിന് പോകുന്നത്. ഓക്കെ, ഇനി സ്റ്റാൻസാസ്, അതായത് ലൈൻസ് 90 to 30 നോക്കിക്കോ. അപ്പം അടുത്ത പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻസ 2-നകത്ത് ചോസർ കാൻറ്റർബറിയിലോട്ടുള്ള വിസിറ്റിനെ കുറിച്ചാണ് വീണ്ടും ഷെയർ ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ ജേർണിയിൽ ഇദ്ദേഹം തബാഡ് എന്നുള്ള ഇന്നിലാണ് താമസിച്ചത്. അത് സൗത്ത് വർക്ക് എന്നുള്ള സ്ഥലത്താണ് ഉള്ളത്. 29 പിൽഗ്രിംസും കൂടി ഇദ്ദേഹത്തിൻ്റെ കൂടെ ജോയിൻ ചെയ്തു. ആൻഡ് ബൈ ചാൻസ് ഇവരെല്ലാവരും കൂടി കാൻറ്റർബറിയിലോട്ടാണ് പോകുന്നത്. പിന്നെ ഈ ഒരു ഇന്നിൽ അല്ലെങ്കിൽ ഈ ഒരു ഹോട്ടലിന് ഇനഫ് റൂംസും സ്പേഷ്യസ് ആയിട്ടുള്ള കുതിരകളെ കെട്ടാനുള്ള സ്റ്റേബിൾസും ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഇവരിവിടെ എല്ലാവരും താമസിക്കാൻ വേണ്ടി റെഡിയായത്. ഈവനിങ് ആയപ്പോഴത്തേക്കും ചോസർ എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ അക്വൈൻറ്റൻസ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കണക്ട് ആയി. ആൻഡ് അവരൊരു ഫെലോഷിപ്പ് പോലെയായി. അതായത് അവരുടെ പേർപ്പസ് സെയിം ആയതുകൊണ്ട് ഇവരെല്ലാവരും നല്ല രീതിയിൽ കൂട്ടായി. ആൻഡ് പോയറ്റ് പ്രോമിസ് ചെയ്യുവാണ് ഇവരുടെ ജേർണി നെക്സ്റ്റ് മോർണിംഗിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഒരുപാട് സമയം ഉള്ളതുകൊണ്ട് പോയറ്റ് എന്ത് ചെയ്യാണ്, ഡിസൈഡ് ചെയ്യുകയാണ് ഓരോ ക്യാരക്ടേഴ്സിനെയും ഡിസ്ക്രൈബ് ചെയ്യാൻ. ഓക്കെ,
അപ്പോൾ ലൈൻസ് 1 to 30 വരെ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ ക്യാരക്ടേഴ്സിനെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇവിടെ പറഞ്ഞിട്ടില്ല. നമുക്ക് ഇത്രയും ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഏത് സീസണിലാണെന്നുള്ളത് നോക്കുക. ഏപ്രിൽ സീസണിലാണ്. മാർച്ചിൻ്റെ ഡ്രൈനെസ് ഒക്കെ കഴിഞ്ഞ് ആ ഒരു വരൾച്ചയൊക്കെ കഴിഞ്ഞ് ആ ഒരു ഡ്രൈ സീസൺ, സമ്മർ ആ സീസണൊക്കെ കഴിഞ്ഞിട്ട് ഏപ്രിലോട്ട് കയറുവാണ്. അപ്പോൾ ആ ഏപ്രിലോട്ട് കയറുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, ഫ്ലവേഴ്സിൻ്റെ ഫ്രേഗ്രൻസും ഒരു കൈൻഡ് ഓഫ് മോയ്സ്ചറും ഒക്കെ എന്താണ് ആ ഒരു അറ്റ്മോസ്ഫിയറിലുണ്ട്. സിഫെയറിനെ കുറിച്ച് പറയുന്നുണ്ട്. സിഫെയർ ആണ് വെസ്റ്റ് വിൻഡ് ഈ ഒരു ഫ്രേഗ്രൻസുമായിട്ട് എല്ലായിടത്തും പോവുകയാണ് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ ലിറ്റിൽ ബേർഡ്സ് ഉണ്ട്. അവരെല്ലാവരും എന്താണ് മെലഡി അല്ലെങ്കിൽ അവരുടെ മെലോഡിയസ് സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുവാണ്. സോ ഇവരുടെ മനസ്സിലെല്ലാം ഈ ഒരു സൗണ്ടുകളും ഈ ഒരു ഫ്രേഗ്രൻസും നല്ലൊരു അറ്റ്മോസ്ഫിയറും സ്പ്രിംഗ് സീസണും എല്ലാം ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുവാണ് ഈ ഒരു പിൽഗ്രിംസിന്റെ മനസ്സിൽ. അപ്പോൾ ഇവരെല്ലാവരും കൂടി മറ്റേ ഷ്രൈനിൽ പോവുകയാണെന്നുണ്ട് പറയുന്നുണ്ട്. ആൻഡ് ആ കാൻറ്റബറിയിലുള്ള മാർട്ടിയറിന്റെ ബ്ലെസ്സിങ്സിന് വേണ്ടിയാണ് പോകുന്നത്. അതായത് സെയിന്റ് തോമസിന്റെ ബ്ലെസ്സിങ്സിന് വേണ്ടിയാണ് പോകുന്നത്. അദ്ദേഹം ഒരു രക്തസാക്ഷിയാണല്ലോ, മറ്റു രാജാവിന്റെ ആളുകളെ മർഡർ ചെയ്ത് കളഞ്ഞതല്ലേ. ആൻഡ് പിന്നെ പറയുന്നത് എന്താണ്, ഇവർ താമസിക്കുന്നത് തബാഡിൻ എന്നുള്ള സ്ഥലത്താണെന്ന് പറയുന്നുണ്ട് വീണ്ടും. അപ്പം മിസ് ഒന്നുകൂടെ ഓവറോൾ ആയിട്ടുള്ള സമ്മറി പറയുകയാണ്. പിന്നെ റൂമും സ്റ്റേബിൾസ് ഒക്കെ, ഹോഴ്സിനെ കെട്ടാൻ സ്റ്റേബിൾസ് ഒക്കെ വളരെ സ്പേഷ്യസ് ആയതുകൊണ്ട് ഇവരിവിടെ താമസിക്കുവാണ്. ഈവനിങ് ആയപ്പോഴത്തേക്കും എന്താണ് നമ്മുടെ പോയിട്ട് എല്ലാവരുമായിട്ട് സംസാരിച്ചു. ആൻഡ് ഓപ്പർച്യൂണിറ്റി ഉള്ള സമയത്ത് ഇദ്ദേഹം പറയുവാണ് ഇദ്ദേഹത്തിന് ഒരുപാട് ടൈമുണ്ട്, അതുകൊണ്ട് എന്താണ് നാളെ രാവിലെ വരെ സമയമുണ്ട്. സോ ഫസ്റ്റ് ടെയിൽ എന്ന് പറയുന്നത് നമ്മുടെ നൈറ്റിനെ കുറിച്ചുള്ള ടെയിലാണ്, KNIGHT. നൈറ്റിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ചും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റോറിയാണ് ആദ്യമായിട്ട് നമ്മുടെ പോയിട്ട് പറയാൻ പോകുന്നത്. ബിക്കോസ് ഒരുപാട് സമയമുള്ളത് കൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മുടെ പോം എൻഡ് ചെയ്യുന്നത്. അപ്പോൾ കാൻറ്റർബറി ടെയിൽസ് 24 ടെയിൽസ് ആണ് പറഞ്ഞിട്ടുള്ളത്. 32 പിൽഗ്രിംസ് ഉണ്ടെങ്കിൽ 24 ടെയിൽസ് വരെ ഉള്ളൂ, 24 സ്റ്റോറീസേ ഉള്ളൂ. അതിന്റെ ഫസ്റ്റ് ഇതാണ് എന്തെന്ന് പറയുന്നത്, ജനറൽ പ്രലോഗ് എന്ന് പറയുന്നത്. ആദ്യത്തെ ടെയിൽ എന്ന് പറയുന്നത് നൈറ്റ്സ് ടെയിൽ എന്നാണ് കേട്ടോ. പിന്നെ എൻഡ് ചെയ്യുന്നത് പാർസൺസ് ടെയിൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ചോസറിന്റെ ഒരു ടെയിൽ വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്. ഒന്നുകിൽ പാർസൺസ് ടെയിൽ, പാർസന്റെ ടെയിൽ, അല്ലെങ്കിൽ ചോസറിന്റെ ടെയിൽ. ചോസറും 2 കഥകൾ പറയുന്നുണ്ട്, നമ്മുടെ റൈറ്ററും കഥകൾ പറയുന്നുണ്ട്. എല്ലാ ടെയിൽസും കംപ്ലീറ്റ് ഒന്നും അല്ല കേട്ടോ, കുറച്ച് ടെയിൽസ് ഒക്കെ ഇൻകംപ്ലീറ്റ് ആണ്. അപ്പം 29 പിൽഗ്രിംസിന്റെ സ്റ്റോറിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം. പിന്നെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഏപ്രിലിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്. ഏപ്രിൽ എന്ന് പറയുമ്പോൾ ഒരു കൈൻഡ് ഓഫ് സ്വീറ്റ് മന്ത് ആണ്. പിന്നെ പിൽഗ്രിമേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിലാണ്. സിഫെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ആലോചിക്കണം. സിഫെയർ എന്ന് വെച്ചാൽ വെസ്റ്റ് വിൻഡിനെയാണ് പറയുന്നത്. ഇനി പാമേഴ്സ് എന്ന് പറയുന്ന ആരെയാണ്, PALMERS. പാമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോസറിന്റെ സമയത്ത്, അതായത് ഈ പാം ലീവ്സ് കൊണ്ട് നടക്കുന്ന പിൽഗ്രിംസിനെയാണ് നമ്മൾ പാമേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. പാമർ എന്ന് പറയുന്നത് ഒരു അവരുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെയധികം അസറ്റിക്, ഒരു സന്യാസി ലൈഫൊക്കെ ആയിരിക്കും, ഒരു ഡിവോട്ടഡ് പിൽഗ്രിം ആയിരിക്കും. പിന്നെ നെയിം ഓഫ് ദി പിന്നെ ഇൻ എന്താണെന്ന് ചോദിക്കാം, തബാഡ് ഇൻ എന്നാണ്. ഹോസ്റ്റിന്റെ പേര് ഹാരി ബെയ്ലി. ഏത് ഷ്രൈൻ ആണെന്ന് ചോദിക്കാം. ആരായിരുന്നു? തോമസ് ബെക്കറ്റ് ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി ആയിരുന്നു. അദ്ദേഹത്തിനെ കൊന്നുകളഞ്ഞതാണ്. അങ്ങനെ അദ്ദേഹം രക്തസാക്ഷി അല്ലെങ്കിൽ മാർട്ടിയർ ആയിട്ട് മാറി. പിന്നെ ഏപ്രിലിനെ കുറിച്ച് എങ്ങനെയാണ് വിവരിക്കുന്നത്? ഏപ്രിൽ എന്ന് പറഞ്ഞ സ്വീറ്റസ്റ്റ് മന്ത് ആണ്. എർത്ത് ആ സമയത്ത് സ്വീറ്റ് ഷവർ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സീഡ്സ്, ഉറങ്ങിക്കിടക്കുന്ന സീഡ്സ്, SEEDS, അതെല്ലാം വിന്റർ സീസണിൽ ഉറങ്ങിക്കിടക്കുന്ന സീഡ്സ് ഉണ്ടല്ലോ, ഇതെല്ലാം സ്പ്രിംഗ് സീസൺ ആയപ്പോൾ പൊട്ടി മുളയ്ക്കുന്നുണ്ട്. ലിറ്റിൽ ബേർഡ്സ് എല്ലാം ഉണ്ട്. സണ്ണിന്റെ റേസ് എർത്തിലോട്ട് പിയേഴ്സ് ചെയ്ത് അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ആനിമേറ്റ് ആണെങ്കിൽ ഇന്നാനിമേറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹാപ്പി ആയിട്ട് നിൽക്കുവാണ്, ബിക്കോസ് ഇറ്റ് സ്പ്രിംഗ് സീസൺ. ഈ സമയത്താണ് ആളുകൾ പിൽഗ്രിമേജിന് പോകാൻ വേണ്ടി നിൽക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് പറയുക, എന്തിനാണ് ആളുകൾ പോകുന്നതെന്ന് പറയാം, എത്ര ആളുകൾ ഉണ്ടായിരുന്നു, എല്ലാ ക്ലാസ്സിൽ നിന്നും എല്ലാ സ്ട്രേറ്റ് ഓഫ് സൊസൈറ്റിയിൽ നിന്നും ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം നൈറ്റ് ഉണ്ടായിരുന്നു, ഫ്രയർ ഉണ്ട്, പ്രയറസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ലോയർ ഉണ്ട്, മേർച്ചൻ്റ് ഉണ്ട്, കുക്കുണ്ട്, ഫിസിഷ്യൻ ഉണ്ട്. പിന്നെന്താ പറയുക, ഒരു വൈഫ് ഓഫ് ബാത്ത് എന്നും പറഞ്ഞ് അവരുടെ യഥാർത്ഥ പേര് ആലിസൺ. അവർക്ക് ഒരുപാട് ഒന്നിൽ കൂടുതൽ ഹസ്ബൻഡ്സ് ഉണ്ട്. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതുക. അപ്പോൾ വേരിയസ് ക്യാരക്ടേഴ്സുമായിട്ട് ഇങ്ങനെ വേരിയസ് ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞ് ഇതൊരു വലിയൊരു മാഗ്നം ഓപ്പസ് ബുക്കായിട്ട് മാറിയിട്ടുണ്ട് കാൻറ്റർബറി ടെയിൽസ്. ആൻഡ് പിന്നെന്താ പറയുക, ചോസർ ആയിരുന്നു ഫസ്റ്റ് ആയിട്ട് ഈ ഒരു അറ്റംപ്റ്റ് നടത്തിയത്. ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ട്രൂ ആണ്, വളരെ ട്രൂ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ്. അപ്പം ക്യാരക്ടേഴ്സ് നമ്മളൊരു നാടകം കാണുന്ന പോലെ ഇരിക്കും, അത്രയധികം വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഈ ഒരു വർക്കിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പോയറ്റായിട്ടുള്ള ഡ്രൈഡൻ പറഞ്ഞിട്ടുണ്ട്,
നമ്മുടെ വർക്ക്, നമ്മുടെ ഈ ഒരു കാൻറ്റർബറി ടെയിൽസിനെ കുറിച്ച് അല്ലെങ്കിൽ കാൻറ്റർബറി ടെയിൽസിലെ ക്യാരക്ടേഴ്സിന്റെ ക്യാരക്ടറൈസേഷൻ വെച്ചിട്ട് ചോസറിനെ പുകഴ്ത്തി പറഞ്ഞിരിക്കുകയാണ് ഹിയർ ഇസ് ഗോഡ്സ് പ്ലെന്റി എന്ന്. അതായത് നല്ല വെറൈറ്റി ആയിട്ടുള്ള, അതായത് ഗോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകളെല്ലാം ഈ ഒരു കാൻറ്റർബറി ടെയിൽസിനകത്ത് വരുന്നുണ്ട്. ഓരോ സെക്ഷൻ ഓഫ് സൊസൈറ്റിയിൽ നിന്നുള്ള ആളുകൾ റെപ്രസെന്റ് ചെയ്തിട്ടാണ് പിൽഗ്രിംസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഹിയർ ഇസ് ഗോഡ്സ് പ്ലെന്റി എന്നാണ് നമ്മുടെ ഡ്രൈഡൻ ഈ കാൻറ്റർബറി ടെയിൽസിനെ പ്രൈസ് ചെയ്തുകൊണ്ട് പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.